ഹോറസിന്റെ ജന്മസമയത്ത് 3 പണ്ഡിതന്മാർ കിഴക്ക് നിന്നും വന്നു. യേശുവിനും അതേ അനുഭവം. യേശു ജനിച്ചപ്പോൾ 3 രാജാക്കന്മാർ വന്നു എന്ന് ബൈബിളിൽ ഒരിടത്തും പറയുന്നില്ല. മാഗിയോസ് എന്നറിയപ്പെടുന്ന ജ്ഞാനികൾ കിഴക്ക് നിന്ന് വരുന്നതും അവർ പൊന്നു മീത കുന്തിരിക്കം കാഴ്ച നൽകുന്നതുമാണ് ബൈബിളിലുള്ളത്. അവരെത്ര പേരാണെന്ന് അവിടെ പറയുന്നില്ല. അതുപോലെ തന്നെ ഹോറസ് ജനിച്ചപ്പോൾ 3 പണ്ഡിതന്മാർ സന്ദർശിച്ചതായി ഈജിപ്ഷ്യൻ ഡോക്യുമെന്റുകളിലോ ഗ്രീക്ക് സോഴ്സുകളിലോ പ്ലൂട്ടാർക്കിന്റെ വിവരണങ്ങളിലോ ഒന്നുമില്ല. ഇത് കംപ്ലീറ്റ്ലി ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ആരോപണമാണ്. ശൈത്യകാലത്ത് ആകാശത്ത് കാണുന്ന ഒറിയോൺ നക്ഷത്ര സമൂഹത്തിലെ 3 നക്ഷത്രങ്ങളെ 3 കിങ്സ് ആയി വ്യാഖ്യാനിച്ചുകൊണ്ടുള്ള ഒരു ഉടായ്പ്. എവിടെ നോക്കിയാണ് ഇവന്മാർ ഈ കഥ മെനയുന്നത്? ആകാശത്ത് നോക്കിയിട്ട്. എവിടെയായിരുന്നു അവന്മാർ നോക്കേണ്ടിയിരുന്നത്? ചരിത്രരേഖകളിലേക്ക്. ഈജിപ്ഷ്യൻ രേഖകളിൽ അങ്ങനെയുണ്ടോ? ഇല്ല. പ്ലൂട്ടാർക്ക് അങ്ങനെ പറയുന്നുണ്ടോ? ഇല്ല. ഗ്രീക്ക് സോഴ്സുകളിൽ ഏതെങ്കിലും അങ്ങനെയുണ്ടോ? ഇല്ല. ഈജിപ്തുകാർക്ക് അങ്ങനെ വിശ്വാസം ഉണ്ടായിരുന്നോ? അതുമില്ല. ശ്രദ്ധിക്കുക, ഇത് ഈജിപ്ഷ്യൻ രേഖകളിലോ മറ്റ് ഗ്രീക്ക് സോഴ്സുകളിലോ ഉള്ള ഒരു വിവരണമേ അല്ല. ചുമ്മാ വായം പൊളിച്ച് ആകാശത്തിലേക്ക് നോക്കി അവിടെ 3 കിങ്സ് എന്ന് പറയുന്ന നക്ഷത്രം ഉണ്ടെന്നും ഈ 3 കിങ്സ് സൂര്യനെ നോക്കി നിൽക്കുവാണെന്നും ഇതാണ് ഹോറസിനെ കാണാൻ വന്ന 3 രാജാക്കന്മാരെന്നും തട്ടിവിടുന്നതാണ് യുക്തിവാദികളുടെ അപാരമായ സയന്റിഫിക് നമ്പർ.